കഥ അനിൽ മണ്ണത്തൂർ. പ്രണയരാവ്. ഡോക്ടർ മീര മേനോൻ 48 വയസ്സുള്ള പ്രശസ്ത കവിയും കാർഡിയോളജിസ്റ്റും ഒരു ഞെട്ടലോടെ മൊബൈൽ സ്ക്രീനിലോട്ട് നോക്കി. ട്രെയിൻ ട്രാക്കിൽ വെള്ളം കയറിയതിനാൽ തലസ്ഥാനത്തേക്കുള്ള എല്ലാ ട്രെയിനുകളും റദ്ദാക്കിയിരിക്കുന്നു. സാഹിത്യ സംഗമം കഴിഞ്ഞ് ഉടൻ മടങ്ങാമെന്നായിരുന്നു കരുതിയത്. പാലക്കാടിന്റെ ഈ അപ്രതീക്ഷിത മഴ അവളെ ഒറ്റപ്പെടുത്തി കളഞ്ഞു. ക്ഷമിക്കണം ഡോക്ടർ, ഞാൻ വിളിച്ച് സംസാരിച്ചു. ടൗണിലെ ലോഡ്ജുകളിൽ ഒരിടത്തും മുറിയില്ല. ഈ മഴ കാരണം എല്ലാവരും കുടുങ്ങിയിരിക്കുകയാണ്. ഒരേ ഒരു മുറി, അതും ഷെയറിങ്ങിന് വേണ്ടി വന്നതാണ്. സാഹിത്യ സംഗമത്തിന്റെ സംഘാടകൻ മ്ലാനതയോട് പറഞ്ഞു. അവൾക്കത് കേട്ട് ചെറിയൊരു അസ്വസ്ഥത തോന്നി. ഒരു ഡോക്ടറും കവിയും എന്ന നിലയിൽ തൻ്റെതായ ഒരിടം അവൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. അപ്പോഴാണ് അയാൾ മുന്നിലേക്ക് വന്നത്. പേര് അർജുൻ. 20 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന നീണ്ടു മെലിഞ്ഞ കണ്ണുകളിൽ കൗതുകം ഒളിപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ. ഹായ്, ഞാൻ അർജുൻ. കഥാവായനയ്ക്ക് വന്നതാണ്. ഡോക്ടറാണ് എൻ്റെ റൂംമേറ്റ് എന്നറിഞ്ഞപ്പോൾ എനിക്കൊരല്പം സന്തോഷം തോന്നി. ഞാൻ ധാരാളം വായിക്കുന്ന കൂട്ടത്തിലാണ്. വിരസമായ ഒരു രാത്രിയെക്കുറിച്ചുള്ള മീരയുടെ ആശങ്കയ്ക്ക് അതൊരു നേരിയ ആശ്വാസം നൽകി. അവർ ലോഡ്ജിലെ ഒരു സാധാരണ മുറിയിലെത്തി. 2 കട്ടിലുകൾ, ഒരു ചെറിയ മേശ, മങ്ങിയ വെളിച്ചം. മുറിയുടെ വാതിൽ ചാരിയപ്പോൾ പുറത്തെ മഴയുടെ താളം ഉള്ളിലേക്ക് അരിച്ചെത്തി. നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം ഡോക്ടർ. ഈ കട്ടിൽ ഡോക്ടർ എടുത്തോളൂ, അർജുൻ പറഞ്ഞു. മീര ചിരിയോടെ തലയാട്ടി. കയ്യിലുണ്ടായിരുന്ന ബാഗ് കട്ടിലിൽ വെച്ച് അവൾ ജനലിനരികിലേക്ക് ചെന്നു. മഴ നന്നായി ആസ്വദിക്കാറുണ്ടോ ഡോക്ടർ? അത്രയൊന്നുമില്ല. എന്നാലും ഈ തിരക്കിട്ട ജീവിതത്തിനിടയിൽ ഇത്തരം നിർത്തലുകൾ നല്ലതാണ്, മീര പറഞ്ഞു. അർജുൻ പഠിക്കുകയാണോ? അതെ, എഞ്ചിനീയറിംഗ് അവസാന വർഷം. സാഹിത്യം ഒരു പാഷൻ മാത്രമാണ്. എന്നാലും ഈ ലോകം മുഴുവൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയും വായിക്കാനും അറിയാനുമുണ്ട്, അവൻ ഉത്സാഹത്തോടെ പറഞ്ഞു. അവിടെ നിന്നാണ് അവരുടെ സംഭാഷണം ആരംഭിച്ചത്. മണിക്കൂറുകളോടും അവർ പലതിനെക്കുറിച്ചും സംസാരിച്ചു. മീര സംസാരിച്ചത് അവളുടെ തിരക്കുകൾ, കുടുംബം, ഭർത്താവുമായുള്ള അകൽച്ച, കവിതകളിലെ ഒളിച്ചുവെച്ച സ്വപ്നങ്ങൾ, ഇവയെക്കുറിച്ചായിരുന്നു. 48 വയസ്സായിട്ടും തീവ്രമായി പ്രണയിക്കാനുള്ള തൻ്റെ മോഹങ്ങളെ അവൾ ആദ്യമായി ഒരു അപരിചിതനോട് പങ്കുവച്ചു. അർജുൻ്റെ വാക്കുകൾ ശ്രദ്ധേയമായിരുന്നു. അതിലൊരു തരം നിഷ്കളങ്കതയുണ്ടായിരുന്നു. അതോടൊപ്പം ലോകത്തെക്കുറിച്ചുള്ള അവബോധവും. അവൻ്റെ കണ്ണുകളിൽ നഗരത്തിൻ്റെ മടുപ്പോ ജീവിതത്തിൻ്റെ കണക്കൂട്ടലോ ഉണ്ടായിരുന്നില്ല. അവൻ മീരയുടെ കവിതകളെക്കുറിച്ച് സംസാരിച്ചു. അവളുടെ വാക്കുകളിലെ ആഴം എത്ര മനോഹരമാണെന്ന് പറഞ്ഞു. ഡോക്ടറുടെ എഴുത്തിൽ ഒരല്പം വിഷാദമുണ്ട്, പക്ഷേ അതിൽ പ്രതീക്ഷയും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, അവൻ പറഞ്ഞു. ആയിരിക്കാം. പ്രതീക്ഷയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ? മീര ചിരിച്ചു. പക്ഷേ എൻ്റെ ജീവിതം ഒരു കെട്ടിക്കിടക്കുന്ന പുഴ പോലെയാണ്. അതിന് നല്ല ഒഴുക്ക് കിട്ടണം. ഒഴുക്ക് കിട്ടാൻ ആ പുഴ ഒന്ന് തിളയ്ക്കണം ഡോക്ടർ. ചില ബന്ധങ്ങൾ അപ്രതീക്ഷിതമായി നമ്മളിലേക്ക് വരും. ആരെങ്കിലും നമ്മളെ കേൾക്കാൻ വേണ്ടിയാവും അത്. അവൻ്റെ വാക്കുകളിൽ ഒരുതരം ഊഷ്മളത നിറഞ്ഞിരുന്നു. രാത്രി ഏറെ വൈകി. മഴയുടെ ശബ്ദം കുറഞ്ഞു തുടങ്ങി. അർജുൻ സംസാരിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിലെ തിളക്കം മീരയുടെ ഹൃദയത്തിൽ പതിഞ്ഞു. അത് അവളുടെ ഭർത്താവിൽ നിന്നോ മറ്റു പുരുഷന്മാരിൽ നിന്നോ അവൾക്ക് ലഭിക്കാത്ത ഒരുതരം വൈകാരികമായ അടുപ്പമായിരുന്നു. അവൾക്ക് അവനൊരു മകനെ പോലെയോ ഒരു സഹോദരനെ പോലെയോ തോന്നിയില്ല. പകരം വർഷങ്ങളോളം താൻ ഒളിപ്പിച്ചു വെച്ച തൻ്റെ സ്ത്രീത്വത്തെ വീണ്ടും ഓർമ്മിപ്പിച്ച ഒരു സുഹൃത്തിനെ പോലെ, ഒരു പുതിയ തുടക്കത്തെ പോലെ തോന്നി. മീരക്കട്ടിൽ ചാരി കണ്ണടച്ചിരുന്നു. അന്നത്തെ സംഭാഷണത്തിലൂടെ തൻ്റെ മനസ്സിൽ വർഷങ്ങളായി ഉറങ്ങിക്കിടന്ന ഏതോ യുവത്വം ഉണർന്നെഴുന്നേറ്റതായി അവൾക്ക് തോന്നി. അത് ശാരീരികമായ ഒരു ആകർഷണമായിരുന്നില്ല, മറിച്ച് ഒരു വ്യക്തിയുടെ ശ്രദ്ധയും സത്യസന്ധമായ സംസാരവും തൻ്റെ ആത്മാവിന് നൽകിയ ആശ്വാസമായിരുന്നു. ജീവിതത്തിലെ നിശ്ചലാവസ്ഥയിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു വാതിൽ അവൾ അർജുൻ്റെ വാക്കുകളിൽ കണ്ടു. പിറ്റേന്ന് രാവിലെ ട്രെയിൻ യാത്രകൾ പുനരാരംഭിച്ചു. യാത്ര പുറപ്പെടാൻ നേരം അർജുൻ ചിരിച്ചുകൊണ്ട് മീരയുടെ കവിതകളുടെ ഒരു കോപ്പി ആവശ്യപ്പെട്ടു. തീർച്ചയായും, മീര പറഞ്ഞു. ഞാൻ എൻ്റെ കവിതകൾ അയച്ചു തരാം. ഇനിയും നമ്മൾ സംസാരിക്കും. താങ്കളുടെ കഥകളും എനിക്ക് കേൾക്കണം. മീര ട്രെയിനിലേക്ക് കയറുമ്പോൾ അവൾക്ക് തൻ്റെ 48 വയസ്സ് ഓർമ്മ വന്നതേയില്ല. കഴിഞ്ഞ രാത്രിയിലെ സംഭാഷണം അവളെ ഒരു 20 വയസ്സുകാരിയുടെ ഊർജ്ജസ്വലതയിലേക്ക് തിരികെ കൊണ്ടുപോയിരുന്നു. അത് കേവലം ഒരു രാത്രിയിലെ താമസമായിരുന്നില്ല, മറിച്ച് ഒരു മധ്യവയസ്കയെ സംബന്ധിച്ചിടത്തോളം
വർഷങ്ങളായി അവൾ നഷ്ടപ്പെടുത്തി തൻ്റെ സ്വത്വത്തെ വീണ്ടെടുക്കാൻ സഹായിച്ച സ്വർഗീയമായ ഒരു വൈകാരിക അനുഭവം തന്നെയായിരുന്നു.